കോഴിക്കോട് ബേപ്പൂരിൽ ബാർജ് മുങ്ങിത്താന്നു. ബേപ്പൂരിൽ നിന്നും 8 നോട്ടിക്കൽ മൈൽ അകലെയാണ് ബാർജ് മുങ്ങിയത്. തൃശൂർ ചേറ്റുവയിൽ നിന്ന് കാസർഗോട്ടേക്ക് ബോട്ടിൽ കെട്ടിവലിച്ചുകൊണ്ട് പോവുകയായിരുന്ന ബാർജാണ് മുങ്ങിയത്. ബോട്ടിലുള്ള തൊഴിലാളികളെല്ലാവരും സുരക്ഷിതരാണെന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? തൃശൂർ ചേറ്റുവയിൽ നിന്ന് കാസർഗോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു ബാർജ്. അതിനിടയിലാണ് ബേപ്പൂർ തുറമുഖത്തിന് ഭാഗത്ത് വെച്ചുകൊണ്ട് 8 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുകൊണ്ടാണ് അത് മുങ്ങിയത്. അതിൽ വെള്ളം കയറുകയായിരുന്നു. അതിൽ അനുഗ്രഹ എന്നുള്ള ഒരു ഫിഷിംഗ് ബോട്ടിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുപോയിരുന്നത്. അതിൽ കെട്ടിവലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. അപകടം തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അതിലുണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം ഈ ബോട്ടിലേക്ക് മാറി. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അവരെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ തൊഴിലാളികൾക്കൊന്നും തന്നെ പരിക്കൊന്നുമില്ല എന്നുള്ള കാര്യമാണ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ബാർജ് പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. അത് പൊക്കിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. അത് പിന്നീടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ തൊഴിലാളികളെ രക്ഷിച്ചുകൊണ്ട് കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ചിട്ടുണ്ട്. ദിവ്യ, ശരി, തൊഴിലാളികൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.